ഹലോ ഫ്രണ്ട്സ്, ആലപ്പുഴ ജിംഖാന നമുക്ക് നൽകുന്ന പാഠം. ഈ സിനിമ കണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നി. അത് പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ നെഗറ്റീവ്സ് ഈ നസ്രീൻ ചെയ്ത ജോജോയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നേ. എല്ലാവരും ഭയങ്കര ഹീറോയിസം ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു കോമാളി പോലെ ജോജോ ആയി എന്ന് പറയുന്നതാണ് ഇതിനകത്ത് മെയിൻ കമൻ്റായിട്ട് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരുടെ ജീവിതവും എപ്പോഴും ഹീറോയിസം ആവണമെന്നൊന്നുമില്ല. കാരണം ഇതല്ലാതെ സാധാരണ ജീവിതങ്ങൾ എത്രയോ ഉണ്ട്. ഒരു സിനിമയാകുമ്പോൾ ഹീറോയിസം മാത്രം ഉണ്ടാവണം നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ചുറ്റും ഇങ്ങനൊരു കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ കണ്ട എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ആ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ സിനിമയിൽ പറയാൻ പോകുന്നത്. ആദ്യം എനിക്ക് പറയാനുള്ളത് ജോജോൻ്റെ തന്നെയാണ്. അപ്പോൾ ജോജോ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ, ജോജോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നെഗറ്റീവാണ്. കാരണം അവനോട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാൻ പോലും ആരുമില്ല. പക്ഷെ അവൻ്റെ വീടും സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെയധികം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. വളരെയധികം പ്രതീക്ഷയോടെയാണ് അവൻ്റെ അമ്മ അവനെ +2 പഠിപ്പിച്ചതും. പക്ഷേ അവൻ വളരെ മനോഹരമായിട്ട് +2 പൊട്ടിയതും. ജോജോ എന്ന് പറയുന്നത് ഒരു +2 കഴിഞ്ഞൊരു പയ്യൻ, അതായത് ഒരു 17-18 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പം ഈ 18 വയസ്സുള്ള പയ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാം അവൻ ആ 18 വയസ്സിൻ്റെതായ ഒരു കുറേ എന്താ പറയുക കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും. ആ ഒരു അതിപ്പോൾ അത്യാവശ്യം എല്ലാ കുരുത്തക്കേടുകളും അവനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഓവറായ കുരുത്തക്കേടുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ചില കഥാപാത്രങ്ങളെ എനിക്ക് നേരിട്ടറിയാം, ജോജോ ചെയ്യുന്ന ഒരു കഥാപാത്രം. കാരണം ജോജോൻ്റെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജോജോ അവരെ പോയി തല്ലും. അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പിള്ളേരുണ്ട്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് വലുത്. അവന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇഷ്യൂ എന്ന് പോലും നോക്കാണ്ട് തല്ലുന്ന കുറേ ചെറുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് ജോജോൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ജോജോ അവിടെ നിൽക്കുകയാണ്. ജോജോൻ്റെ അമ്മ കൂടി പറഞ്ഞാലാണ് ബാക്കി നമുക്ക് ജോജോൻ്റെ ക്യാരക്ടറിലേക്ക് വരാൻ പറ്റുള്ളൂ. ജോജോൻ്റെ അമ്മ ജോജോയ്ക്ക് യാതൊരു വിധത്തിലുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കാത്ത ഒരാളാണ്. ജോജോ എന്ത് പറഞ്ഞാലും വളരെയധികം നെഗറ്റീവാണ് ജോജോൻ്റെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ ജോജോ +2 പൊട്ടിയിട്ട് ജോജോ പറയണ്ടേ, എനിക്കെല്ലാം സഹിക്കാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരു ഡാർക്ക് അടി എനിക്ക് കേൾക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ശരിയാണ്, ജോജോൻ്റെ അമ്മയുടെ ഡാർക്കടി കേട്ടാൽ ശരിക്കും നമുക്കാണെങ്കിൽ രണ്ട് കൊടുക്കാൻ തോന്നും. ഒരു മകനോട് ഇങ്ങനെയൊക്കെയാണ് ഒരു അമ്മ സംസാരിക്കുന്നത് നമുക്ക് തോന്നും. ശരിക്കും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള ഫാമിലിയിൽ വന്നിട്ട് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് പോസിറ്റിവിറ്റി എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. അപ്പം മൊത്തം നെഗറ്റീവ് ഫേസ് ചെയ്യുന്നൊരു വ്യക്തി എന്ത് പോസിറ്റീവ് പറയാനാണ്? നമ്മളും അങ്ങനെയല്ല. ചില സമയത്ത് നമ്മൾ നല്ല ഇമോഷണൽ ഡാമേജ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഒരു പോസിറ്റിവിറ്റിയും കിട്ടാൻ പോണില്ല. അതുപോലെ തന്നെയാണ് ആ സ്ത്രീയും. അപ്പോൾ ജോജോൻ്റെ മറ്റേ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പാർട്ടിക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ഇതൊക്കെ എൻ്റെയും ഞങ്ങൾ കസിൻസ് ആണെന്നും എൻ്റെ പപ്പയും അവൻ്റെ പപ്പയും കൂടെ ബിസിനസ് നടത്തി എൻ്റെ പപ്പേനെ അവൻ വളരെ മനോഹരമായി പറ്റിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ കടങ്ങളൊക്കെ ഉണ്ടായെന്നും അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെ കാണുകയാണെന്നും ജോജോ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് വിചാരിച്ച് നോക്കാം, ഈ ജോജോ ഉണ്ടല്ലോ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇനി അവൻ എന്നെ പറ്റിച്ചതുകൊണ്ട് എനിക്ക് യാതൊരു ഫ്രണ്ട്ഷിപ്പും വേണ്ട, എൻ്റെ ഫാമിലിയെ പറ്റിച്ചുകൊണ്ട് യാതൊരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ശരിക്കും നല്ലതായിട്ടൊരു എനിമി പോലെ കാണുന്ന ഒരു ടീമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ജോജോ നോക്കുമ്പോൾ ജോജോയ്ക്ക് അങ്ങനെ പറ്റിച്ചു ഒന്നൊരു വിഷയമല്ല. ജോജോ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ജോജോ ഒരു ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോജോ ആ ടീമിൻ്റെ ലീഡറാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് വരുമോ എന്നൊന്നും നോക്കാണ്ട് ജോജോ പറഞ്ഞ അഡ്മിഷൻ കിട്ടും, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്ര മാർക്ക് വേണം, ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പോർട്സ് പഠിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വേഗം പോയിട്ട് ജോജോ പറയുന്ന വാക്ക് കേട്ടിട്ട് ഇവർ ബോക്സിങ്ങിന് ചേരുന്നത്. അപ്പം ജോജോ ജസ്റ്റ് ആകെ ഒരു എയിം, എനിക്ക് ഇന്നത് കിട്ടിയാൽ എനിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത് വേണം. അല്ലാണ്ട് ജോജോയ്ക്ക് ഈ ബോക്സിങ്ങിനോട് ആഗ്രഹം ഒന്നുമില്ല. എന്താണ് ബോക്സിംഗ് എന്ന് പോലും ജോജോന് അറിയില്ല. ജസ്റ്റ് എനിക്ക് ഇന്നൊരു എയിം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കയറുന്നു, അത്രേ ഉള്ളൂ. ജോജോൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ. പക്ഷെ അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടർ നമുക്കിവിടെ കാണാൻ പറ്റും, ദീപക്.
ഗണപതി ചെയ്ത കഥാപാത്രമാണ് ദീപക്. ദീപക് അതേസമയം ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഈ ബോക്സിങ്ങിനെ സമീപിക്കുന്നത്. ദീപക് ഇതിനകത്തൊരു പെയിന്റ് പണിക്കാരനാണ്. അപ്പോൾ ദീപക്കിന് അതേസമയം പണി കഴിഞ്ഞ് വന്നിട്ട് എന്താ പറയുക, അന്ന് ഒരു ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്ന ദീപക്കിന് ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്ന ദീപകിൻ്റെ അന്നം മുട്ടും. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയിക്കൊണ്ട് തന്നെ ഈ യൂട്യൂബിലിരുന്ന് പഠിച്ചിട്ടാണ് ദീപക് ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ദീപകിൻ്റെ ഒരു പാഷൻ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ദീപക് ഇതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. വലിയ ഡയലോഗ്സോ കാര്യങ്ങളൊന്നും ദീപക് ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും തൻ്റെ സുഹൃത്തുക്കൾക്ക്, താൻ ജയിച്ചു കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കിയ ദീപക് ഓക്കെ എന്നാൽ ഞാൻ ജയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളി നിർത്തി ഈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് കാണാൻ പറ്റും. അതേസമയത്ത് വേറൊരു ക്യാരക്ടറുണ്ട്, ചെറുത്. തല മുഴുവൻ കാണാൻ വലിയ മെനയില്ല, ചെറുതാണ്. തല മുഴുവൻ പെയിന്റ് അടിച്ചിട്ട് ശരിക്കും എന്താ പറയാ, എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ഒരു പയ്യനാണ് ഇന്നത്തവൻ. അവൻ അടുത്തത് ആരാ കളിക്കാൻ പോകുന്നെന്ന്, ഇറങ്ങാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇവൻ കൈവെക്കുമ്പോൾ പറഞ്ഞത് നീ ഇരുന്നോ, നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല. നമ്മളിൽ പലരോടും പറയുന്ന ഡയലോഗാണ് നിന്നെ കൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ലെന്ന്. ശരിക്കും നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നവർ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനകത്ത് പലരും ഇപ്പം ചില പെൺകുട്ടികളൊക്കെ എന്താ പറയുക, ഇതിനെയൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരൊക്കെ ഞാൻ ശരിക്കും എന്ന് വെച്ചാൽ അവരൊരു പൊസിഷനിൽ, ഇത്രയും ഹൈ പൊസിഷനിൽ ഇത്ര ആൾക്കാരെ ലീഡ് ചെയ്യുന്ന, ഇങ്ങനെ ടീം ലീഡറായിട്ടിരിക്കുന്ന ആളാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ വാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. വാവ്, ആളാണോ ഈ ആൾ? കാരണം ആരും വേണ്ട, ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയ ആളാണ്. ഒരു വലിയൊരു MNCയുടെ തലപ്പത്തിരിക്കുക. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം മാറ്റി നിർത്തപ്പെട്ട കുറേ ആളുകൾ ആയിരിക്കാം പിന്നീട് വലിയൊരു ലെവലിലേക്ക് വരുന്നത്. ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ, ആദ്യം നമ്മൾ പറഞ്ഞ ദീപക്കിനെയും ജോജോയും എടുക്കാം. അപ്പം നമ്മൾ പാരൻസ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദീപക്കും ജോജോയും, ദീപക് പാഷനേറ്റായിട്ട് ഇറങ്ങിയതാണ് ഇതിനകത്ത്. അവൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതായത് വേറെ ഗുണമൊന്നുമില്ല, വേറെ വിചാരമൊന്നുമില്ല, എനിക്കിതൊന്ന് ചെയ്യണം, റിങ്ങിൽ ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച് വന്ന് അതിനുവേണ്ടി അവൻ ചെയ്യുമ്പോൾ ഉള്ള പെർഫോമൻസും മാർക്ക് കിട്ടും, അഡ്മിഷൻ കിട്ടും എന്ന് കരുതി ജസ്റ്റ് വേറെ മോട്ടിവേഷൻസ് ഒന്നും ഇല്ലാണ്ട് റിങ്ങിൽ ഇറങ്ങുന്നവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഇന്ന ആഗ്രഹമായിരിക്കും, പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റിനുള്ള ആഗ്രഹം. അത് മനസ്സിലാക്കി അവൻ ഇറങ്ങുന്നതും നമ്മൾ അടിച്ചേൽപ്പിച്ച ഒരു സ്ട്രീമിലേക്ക് അവരെ വിടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുള്ളത്. ഇനി വേറൊരു മൂന്നാമത്തെ, ഇപ്പം ഞാൻ 2 പേരുടെ കാര്യം പറഞ്ഞു, മൂന്നാമത് വീണ്ടും നമ്മൾ ജോജോയിലേക്ക് പോവുകയാണ്. ഇപ്പം ജോജോ എന്ന് പറയുന്ന ആൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ജോജോ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. റിങ്ങിൽ കയറുമ്പോൾ റിങ്ങിന് പുറത്തിരുന്ന് ജോജോ ഭയങ്കരമായിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് ജോജോ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജോജോ ഈ റിങ്ങിലേക്ക് പോകാൻ പോകുന്നുള്ള സമയം, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ചിലപ്പോൾ ഈ ഒരു ചെറിയ മെസ്സേജ് ആയിരിക്കും, എന്നാൽ വലിയ കാമ്പുള്ള ഈ ഒരു തീമായിരിക്കാം ഈ സംവിധായകൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ജോജോ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ജോജോ ഈ റിങ്ങിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ഒരു സമയത്ത് ജോജോനുണ്ടാകുന്ന ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, ജോജോനത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ജോജോ ആകെ പതറിപ്പോകുന്നുണ്ട്. ജോജോയ്ക്ക് 5 മിനിറ്റ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല റിങ്ങിൽ. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ലൈഫ് അവരുടെ പ്രശ്നത്തിൽ പെടുമ്പോൾ പുറത്ത് നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആക്രോശിക്കും, വിമർശിക്കും, അല്ലെങ്കിൽ കുറേ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോൾ അതായത് അവരനുഭവിക്കുന്ന സെയിം ഇഷ്യൂസിലേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അത് മാത്രമാണ് ഈ സിനിമയിലെ ഹൈലൈറ്റ്. അപ്പം ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യങ്ങൾ ഇടപെടാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മുടെ പാഷന് പുറകെ പോയി ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഞാനും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.